ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കില്ലേ. അങ്ങനെ നമ്മുടെ രാധയുടെ വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുകയാണ് രാധയുടെ അച്ഛനും അമ്മയും കൂടി. ആ വിവാഹാലോചന എങ്ങനെയും രാധ തന്നെ അങ്ങ് മുടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ ശേഷം ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. രാധയുടെ അച്ഛൻ കുടിച്ച് ബോധം കെട്ട് ഒരു ഗുണ്ടയെ കൊണ്ട് രാധയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടിലെ ഒരു പ്രധാന ഗുണ്ടയാണ് കേട്ടോ ആള്. അയാളെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് രാധയുടെ അച്ഛൻ. അയാളും കുറേ ഗുണ്ടകളും കൂടിയാണ് പെണ്ണ് ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രാധയുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു വലിയ ബഹളമാണ് നടക്കുന്നത് കേട്ടോ. രാധയുടെ അമ്മ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. അയ്യോ മനുഷ്യ, ദേ ആ കള്ളനെ കൊണ്ട് അവനെ കൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിക്കരുതേ എന്ന് പറയാണ്. അപ്പോൾ അയ്യപ്പൻ പറയുന്നുണ്ട്, അതെന്താടി അങ്ങനെ, പിന്നെ ഇനി അവൾ ആ വിക്രത്തിനെ നോക്കിയിരിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, വിക്രത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ദേ ഈ ഗുണ്ടയെ കൊണ്ട്, ഇവനെ കൊണ്ട് എങ്ങനെ വിവാഹം കഴിപ്പിക്കാനാ? ഇതുപോലൊരു തെമ്മാടി, അവന് 2 3 ഭാര്യമാരുണ്ട്. അവനെ കൊണ്ട് രാധയെ വിവാഹം കഴിപ്പിക്കാനോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പോഴേക്കും പറയാണ്, എന്തായാലും ഞാൻ വിചാരിച്ച പോലെ നടക്കും എന്ന് പറയാണ്. മൂക്കുമുട്ടെ കള്ള് വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഗുണ്ട. അതുകൊണ്ടാണ് അയ്യപ്പൻ അതിന് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടിയിരിക്കുകയാണ്. മൊത്തത്തിലൊരു പ്രശ്നമാണ്. അപ്പോൾ രാധയെ വിളിക്കുക, അവളെ വിളിച്ചിങ്ങോട്ട് ഇറക്ക് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഞാനിവനെ ഒന്നും വിവാഹം കഴിക്കില്ല, നീ ഇറങ്ങിപ്പോടാ. ഇങ്ങനെ എന്നെ വിവാഹം ചോദിച്ചു വരാൻ നിനക്ക് നാണയില്ലേ? നിനക്ക് എന്ത് ധൈര്യത്തിൻ്റെ പേരിലാണ് വന്നത്? വിക്രം വരും ഇതിനൊക്കെ മറുപടി പറയാൻ, ചോദിക്കാൻ എന്നൊക്കെ പറയാണ്. അപ്പോൾ അയാൾ പറയാണ്, വിക്രം ഇനി വരില്ല മോളെ. വിക്രം എന്തിനാണ് വരുന്നത് നിൻ്റെ പുറകെ? അവൻ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. നീ ഇനി അവനെ അങ്ങ് മറന്നേക്ക്. എന്നെ കല്യാണം കഴിച്ചാൽ നിനക്കൊരു രാജകുമാരിയെ പോലെ ജീവിക്കാം. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് കേട്ടോ രാധ, ഇറങ്ങടാ എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന്. ഇവിടെ വന്ന് അഹങ്കാരം പറയാറായോ? അപ്പോഴത്തേക്കും കുറേ ഗുണ്ടകളെല്ലാം ഉണ്ട്. വടിവാളും കുന്തോ എല്ലാം ആയിട്ട് ചാടി വീഴാണ് ചെയ്യുന്നത്. രാധയുടെ അമ്മയാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാണ് കേട്ടോ. ഈ സമയത്ത് രാധ പറയുന്നുണ്ട്, അതേ ഇപ്പോൾ വരും ആരെങ്കിലും ഒരാൾ ഇത് അന്വേഷിക്കാൻ, എനിക്കും ചോദിക്കാനും പറയാനും ഒരാളുണ്ടോയെന്ന് ഇപ്പം അറിയാടാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവമെല്ലാം അറിഞ്ഞിട്ട് വിക്രത്തിൻ്റെ ഒരു ഫ്രണ്ട് ചെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, വിക്രം, ആ രാധയുടെ വീട്ടിലാണ്ട് എന്തൊരു പുകിലാണെന്നറിയാവോ? ആ ഗുണ്ടയില്ലേ അവൻ രാധയ്ക്ക് പെണ്ണാലോചിച്ച് തന്നു. അപ്പോൾ വിക്രം പറയാണ്, അവൻ 2 3 കെട്ടിയതല്ലേ? 2 3 കെട്ടിയതാണ്, തെമ്മാടിയാണ്, ഗുണ്ടയാണ്. എന്നിട്ടും അവനെ കൊണ്ട് കെട്ടിക്കാനാ അയ്യപ്പൻ ചേട്ടൻ അയാൾക്ക് മൂക്കുമുട്ട കഴിക്കാനും കുടിക്കാനും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത്. രാധയെ അയാളെങ്ങാൻ കെട്ടിയ പ്രശ്നമാകും. അവരവിടെ ചെന്ന് കിടന്ന് ഭയങ്കര പ്രശ്നമാണ്. രാധയും രാധയുടെ അമ്മയും ഒന്നിനും അടുക്കുന്നില്ല. ആ ചേച്ചിയാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാണ്. എങ്ങനെയെങ്കിലും ചെന്ന് ആ പ്രശ്നമൊന്ന് അവസാനിപ്പിക്കണം വിക്രം. അപ്പോൾ വിക്രം നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. ഇവന്മാരവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ വിക്രം ചെന്ന് ഒറ്റ ഒരു അടി കൊടുക്കുകയാണ്. അപ്പം രാധ പറയാണ്, ദേ കണ്ടോ, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടോയെന്ന് കണ്ടോ, വന്നത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. വിക്രം അവരെ അടിച്ചൊതുക്കുകയാണ് കേട്ടോ. അതേസമയം അവരുമായിട്ട് നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറയാണ്, എന്തിനാണ് വിക്രം നീ ഇവിടെ വന്നത്? നീ ചോദിക്കാൻ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, എന്താ അയ്യപ്പൻ ചേട്ടാ ഇത്? ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? സ്വന്തം മോളെ ഇവനെ കൊണ്ടാണോ കെട്ടിക്കേണ്ടത്, ഈ തെമ്മാടിയെ കൊണ്ട്? അപ്പോൾ വിക്രമത്തിനോട് അയ്യപ്പൻ ചോദിക്കുക, നീയും തെമ്മാടിയും കൊണ്ടേയല്ലേ, നിന്നെ സ്നേഹിച്ചല്ലേ അവൾ നടക്കുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതിന് ഞാൻ അവളെ വിവാഹം കഴിച്ചില്ലല്ലോ അയ്യപ്പേട്ട. ഇപ്പോൾ ഇതുപോലുള്ള തെണ്ടിയെ കൊണ്ടാണോ നിങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ അയ്യപ്പൻ പറയാണ്, പിന്നെ അതിന് നിനക്കെന്താ? അത് രാധയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അവൾക്കും കൂടെ ഇഷ്ടമുള്ള ഒരു പയ്യനെ കൊണ്ട് വേണ്ടേ വിവാഹം കഴിപ്പിക്കാൻ? അപ്പം ഉടനെ തന്നെ അയ്യപ്പൻ പറയാണ്, ഓഹോ അങ്ങനെയാണല്ലേ, നീ വീട്ടിലൊരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അവളുടെ ഇഷ്ടം ചോദിച്ചിട്ടാണോ നീ കെട്ടിയത്? ക്ഷേത്രത്തിൽ വെച്ച് നീ അവളുടെ കഴുത്തിൽ നിർബന്ധമായിട്ട് താലി കെട്ടിയതല്ലേ, അല്ലാതെ അവളോട് സമ്മതം ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ. പിന്നെ നിനക്കൊരു നിയമം, ഇവിടെ വേറൊരു നിയമം, അങ്ങനെയൊന്നും ഇല്ല വിക്രം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ പിന്നെ വിക്രം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അതേസമയം വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പം വിക്രത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി, കൈ നല്ല മുറിവുണ്ടല്ലോ എന്ന് പറയാണ്. എൻ്റെ കയ്യിൽ മുറിവുണ്ടെങ്കിൽ എന്താ എന്ന് ചോദിക്കുകയാണ് വിക്രം. അപ്പോൾ വേദ പറയുന്നു, ഓ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനൊന്നുമില്ലല്ലോ, കയ്യിൽ മുറിവുണ്ട്, വേണമെങ്കിൽ മരുന്ന് വെച്ച് കെട്ടിത്തരാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ വിക്രം പറയാം, ദയവേത് എന്നെ ഒന്ന് ഉപദ്രവിക്കാതെ പോകാവോ? എനിക്ക് നിന്നെ കാണുന്ന തന്നെ ദേഷ്യ, നീ കാരണം നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ ഞാൻ നാണം കെട്ടുകൊണ്ടേ ഇരിക്കുക. ആണോ? അതെങ്ങനെയാണ് നാണം കെട്ടെ? ഇപ്പം എന്താ സംഭവം ഉണ്ടായേ? എവിടെയെങ്കിലും തല്ലോ അടിപിടിയോ എന്തിനെങ്കിലും പോയോ ഈ കൈ ഇങ്ങനെ ആകാൻ?
എന്തിന് പോയാൽ എന്താ നിനക്ക്? എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്താനായിട്ട് അവളിങ്ങനെ നടക്കുക. ഇപ്പോഴും ഇന്നും ആ അയ്യപ്പേട്ടൻ ചോദിച്ചപ്പം എനിക്ക് മറുപടിയൊന്നും ഇല്ലാതെ പോയി. അപ്പോഴേക്കും വേദ പറയാ, എന്താ അയ്യപ്പേട്ടൻ ചോദിച്ചത്? അതെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചതിനെ കുറിച്ച്. അപ്പം വേദ പറയുന്നുണ്ട്, അത് സത്യമല്ലേ? എന്നെ കല്യാണം കഴിച്ചതിനെ കുറിച്ച് ചോദിച്ചാൽ എന്തിനാ ഇത്ര നാണം കെടുന്നത്? ഇതെങ്ങനെ കൈ മുറിഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ വിക്രം പറയാ, ആദ്യം ഉണ്ടല്ലോ അവള് നിന്നെപ്പോലെ തന്നെ ഒരു വട്ട് കേസ് എൻ്റെ പുറകെ നടക്കുന്നത്. എല്ലാ അവളുമാരും കാരണം എനിക്ക് നല്ല സമാധാനമാണ്. അവളുടെ വീട്ടിൽ അവളെ കെട്ടിക്കാനായിട്ട് അവളുടെ അച്ഛൻ ഒരു ഗുണ്ടയും കൊണ്ടുവന്നു. അവിടെ കിടന്ന് വഴക്കുണ്ടാകുന്നത് കണ്ട് അവരുടെ തല്ലിയലേയും നൊലോളിയും എല്ലാം കണ്ടിട്ട് ഞാൻ അവിടെ ചെന്നൊന്ന് ഇടപെട്ടതാ. അതിലുണ്ടായതാ ഈ പരിക്ക്. അതുമാത്രമല്ല അപമാനവും ഉണ്ടായി എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, എനിക്കിതൊന്നും ഇഷ്ടമില്ല കേട്ടോ. എന്ത്? ആ രാധയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതും രാധയെ രക്ഷിക്കാൻ നടക്കുന്നതും ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നീ പോടി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്കെന്താ? നീ ആരാ എൻ്റെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനൊക്കെ ശേഷം വിക്രം കിടന്നിങ്ങനെ ഉറങ്ങുക. കയ്യിൽ നല്ല മുറിവുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്, മരുന്നൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഓയിൻമെൻ്റൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിക്രം അതൊന്നും സമ്മതിക്കുന്നില്ല. വിക്രം കിടന്ന് നല്ല ഉറക്കാണ്. രാത്രിയിൽ ആ സമയത്ത് വേദ വിക്രത്തിൻ്റെ അടുത്ത് വരികയാണ്. വന്നിട്ട് ഈ മരുന്ന് ഓയിൻമെൻറ്റ് കയ്യിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് കൈ ഇങ്ങനെ ചുറ്റിക്കെട്ടുക പതുക്കെ. ഇതൊന്നും വിക്രം അറിയുന്നില്ല. വിക്രം അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ കയ്യിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് വേദ പറയാണ്, വിക്രമാദിത്യ ചേട്ടാ അവിടെ കിടക്ക്, ദേ മരുന്ന് വെച്ചിട്ടുണ്ട്. നാളെയും പോകണ്ടല്ലേ ഗുണ്ടായുസത്തിന് ഈ കൈയും കൊണ്ട്? കയ്യെ മുറിവുണങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും പോയി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വിക്രം എണീക്കുകയാണ്. വിക്രം എണീക്കുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ കുടയുമ്പോഴത്തേക്കും ഇതെന്താ കയ്യിൽ എന്നിങ്ങനെ നോക്കുകയാണ്. കയ്യിലപ്പം മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതാരും ഈ പണി ചെയ്തത്? ഞാനിന്നലെ മരുന്നൊന്നും വെച്ച് കെട്ടിയിട്ടില്ലായിരുന്നല്ലോ. ഇതിപ്പോൾ ആരുടെ പണിയാ? അവളായിരിക്കും, അവളുടെ പണിയായിരിക്കും. അവൾ ഇന്നലെ ആ മരുന്ന് ഓയിൻമെൻറ്റും കൊണ്ട് പുറകെ നടന്നപ്പോഴേ എനിക്ക് തോന്നി അവൾ ഒപ്പിച്ചതായിരിക്കും ഇത്. എടി വേദേ, എടി എന്ന് വിളിക്കുക. അപ്പോൾ വേദ വരിക, എന്താ വിക്രമാദിത്യൻ ചേട്ടാ, കയ്യിലെ വേദനയൊക്കെ കുറഞ്ഞോ വിക്രം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീയാണോ ഈ മരുന്നല്ല എൻ്റെ കൈ കൊണ്ടുവച്ച് കെട്ടിയത്? അതെപ്പോൾ ചെയ്തടി? ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ. അതേ, ബോധമില്ലാതെ കിടന്നുറങ്ങിയപ്പം കൈ കൂടെ ബ്ലഡ് ഒഴുകുന്നത് കണ്ടുവന്ന് ഇത്തിരി മരുന്ന് വെച്ച് കെട്ടിയതാ. അതിനുള്ള അവകാശവും എനിക്കില്ലേ? നിന്നോട് ആര് പറഞ്ഞു എൻ്റെ കൈക്ക് മരുന്ന് വെച്ച് കെട്ടാനായിട്ട്? ഞാൻ പറഞ്ഞോ നിന്നോട്? ഏയ് പറഞ്ഞൊന്നുമില്ല, ഒരു മര്യാദയുടെ പുറത്ത് ചെയ്തതാണേ. വേണ്ടെങ്കിൽ അങ്ങ് അഴിച്ചു കളഞ്ഞേക്ക് എന്ന് പറയേ. വേണ്ട, ഞാനതങ്ങ് അഴിച്ചു കളയാൻ പോവാ, അല്ലാതെ നീ വച്ച് കെട്ടി ഈ മരുന്നും കൊണ്ട് ഞാൻ നടക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു വിക്രം അതിങ്ങനെ വലിച്ചു പറിക്കുമ്പോഴേക്കും വിക്രത്തിന് നല്ല വേദന എടുക്കാണ്. അയ്യോ എന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കൊടയാണ് കേട്ടോ വിക്രം. അപ്പോൾ വേദ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. കണ്ടോ, കേമത്തരം കാണിക്കാൻ പോയതാ, കയ്യിൽ ഇപ്പം നല്ല വേദനയായില്ലേ? ഏതായാലും മരുന്നല്ലേ വെച്ച് കെട്ടിയത്, വിഷമൊന്നും അല്ലല്ലോ. അതവിടെ ഇരിക്കട്ടെ, കൈ ഉണങ്ങിയാലല്ലേ ഉള്ളൂ ഇനി ഗുണ്ടായുസം കാണിക്കാനും തല്ലുണ്ടാക്കാനും ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോവാണ്. അപ്പം വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് വലിയ ശല്യമായല്ലോ ഇവള് കാരണം. ഇവളെയും കൊണ്ട് ഈ പുറത്തിറങ്ങാനും മേലെ ഇവള് കാരണം. അയ്യപ്പേട്ടൻ ചോദിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ അവളോട് ചെയ്തതെന്ന് തെറ്റ് തന്നെയല്ലേ? ഒരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് അവളിങ്ങ് കൂടെ പോകുന്നത്. എന്ത് ചെയ്യാം, ആ നിമിഷം അങ്ങനെ തോന്നിപ്പോയി. അല്ലെങ്കിലും എനിക്ക് കുറച്ച് എടുത്തുചാട്ടമൊക്കെ കൂടുതലാണ്, അതിൻ്റെ ഫലമായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ വിക്രവും വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം വേദയാണെങ്കിൽ പോയി ഇപ്പോൾ ശ്രീചേച്ചിയോട് ഈ വിവരമൊക്കെ പറയുന്നുണ്ട്, വിക്രത്തിൻ്റെ കൈമുറിഞ്ഞ കാര്യത്തെ പറ്റിയിട്ടൊക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.